ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചക്കക്കുരു സുഖിയനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചക്കക്കുരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ള ചക്കക്കുരുവാണ് കേട്ടോ. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ഇത് തൊലി പെട്ടെന്ന് കളയാനുള്ള ഒരു ടിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതേ രീതിയിലൊന്ന് തട്ടി കൊടുത്താൽ മതി. അതിൻ്റെ തൊലി പെട്ടെന്ന് ഇളകി വരും. ഇങ്ങനെ ഒന്ന് ഇടിച്ചു കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഇതേ രീതിയിൽ നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. എല്ലാ ചക്കക്കുരുവിൻ്റെ തൊലിയും ഇതേ രീതിയിലൊന്ന് കളഞ്ഞെടുക്കണം. ചക്കക്കുരുവിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം നല്ലതായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നികക്ക വെള്ളം ഒഴിച്ച് കൊടുത്ത് 2 നുള്ളി ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വെയിറ്റ് വിട്ട് ഒരു 3-4 വിസിലടുപ്പിച്ചതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത ചക്കക്കുരു ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് അരയ്ക്കണം. അതിലോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചക്കക്കുരു ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ചൊരു പാൻ അതിലോട്ട് ഒഴിച്ച് കൊടുത്തു. ഇതിലോട്ട് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് ശർക്കര 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് തിളപ്പിച്ചൊന്ന് അരിച്ചെടുത്തതാണിത്. ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കണം. ശർക്കര പാനി നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിലെ വെള്ളം എല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ഞാനിവിടെ 1/4 കപ്പ് പച്ചരി 3 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അരയ്ക്കണം. അരച്ചെടുത്ത അരി നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 2 നുള്ളി ഉപ്പ് പൊടിയും 2 നുള്ളി മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവ് വേണം തയ്യാറാക്കിയെടുക്കാൻ. തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. സാധാരണ നമ്മൾ സുഖിയന് ചെറുപയറൊക്കെ ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. 5 ബോൾസായിട്ട് നമ്മളൊന്ന് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന മാവിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുണ്ടല്ലോ ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഒരു വശം ഒന്ന് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാം ഒന്ന് വറുത്തെടുക്കണം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ.